പുനലൂർ KSRTC ജംഗ്ഷനിലെ 7-നില വ്യാപാര സമുച്ചയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചു. കരാർ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും നഗരസഭ ജനപ്രതിനിധികളും ചൊവ്വാഴ്ച കെട്ടിടത്തിൽ സന്ദർശനം നടത്തി. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാമെന്ന വാഗ്ദാനവുമായി 2018 ഏപ്രിൽ 25-നാണ് കെട്ടിടത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നവീകരണം ആരംഭിച്ച 6 വർഷം പിന്നിട്ടിട്ടും കെട്ടിടം ഇപ്പോഴും അസ്ഥികൂടം പോലെ നിലനിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കെട്ടിടത്തിലേക്കായി കൊണ്ടുവന്ന ലിഫ്റ്റ് സംവിധാനം തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. കെട്ടിടത്തിൽ സിവിൽ വർക്കുകൾ പൂർത്തിയാകാനുള്ള കാലതാമസം കൊണ്ടാണ് മാസങ്ങൾക്ക് മുൻപ് എത്തിച്ച ലിഫ്റ്റ് തിരികെ കൊണ്ടുപോയത്. ക്യാപ്സ്യൂൾ ലിഫ്റ്റും സർവീസ് ലിഫ്റ്റുമാണ് കെട്ടിടത്തിൽ സ്ഥാപിക്കുന്നത്. ലിഫ്റ്റുകൾ സ്ഥാപിക്കുന്നതിനും ഫയർ NOC ലഭിക്കുന്നതിനുമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ ഒരുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കരാർ ഏജൻസിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സന്ദർശനം നടത്തിയത്. 3.96 കോടി രൂപയുടെ കരാർ നിലവിൽ 4.73 കോടി രൂപയിലധികമായി ഉയർന്നിട്ടുണ്ട്. നവീകരണം വൈകുന്നത് കാരണം നഗരസഭയ്ക്ക് ലഭിക്കേണ്ട റവന്യൂ വരുമാനവും നഷ്ടപ്പെടുകയാണ്. 60 ലക്ഷം രൂപയുടെ വൈദ്യുതീകരണ പ്രവൃത്തികൾ കഴിഞ്ഞ മാർച്ച് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു നഗരസഭയുടെ വാഗ്ദാനം. അതും കൃത്യമായി പാലിക്കപ്പെട്ടില്ല. കൃത്യമായ ആസൂത്രണത്തിൻ്റെ അഭാവവും നഗരസഭാ ഭരണസമിതിയിലെ പടലപ്പിണക്കവും കാരണം വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു. തുടർന്നാണ് വ്യാപാര സമുച്ചയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ജീവൻ വച്ചിരിക്കുന്നത്. സന്ദർശനം പൂർത്തീകരിക്കുന്ന കരാർ ഏജൻസി പുതിയ എസ്റ്റിമേറ്റും തയ്യാറാക്കും. സന്ദർശന സംഘത്തിൽ നഗരസഭാ അധ്യക്ഷ K. പുഷ്പലത, നഗരസഭ മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബിനോയ് രാജൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രഞ്ജൻ എന്നിവർ ഉണ്ടായിരുന്നു. ഈ ഫ്ലോർ മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ? ഇതിന്റെ ഫ്ലോറിൽ ഞാനൊരു ഒറ്റനല്ല ഇത്രയും കെട്ടിയെടുത്തിട്ട് ഇവിടെ ഒരു ഡോറിൽ വെച്ചു കൊടുക്കും. ഈ ബീമിന്റെ അടിപ്പാണ് അല്ല അപ്പുറത്തെ ഡോർ വരില്ല. അതിന് നമ്മൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴാണ് പോകുന്നില്ല ഇവിടെ നടക്കാതെ അവിടെ കണ്ടിട്ട് അവിടെ ഇവിടെ ചെയ്യാൻ വേണ്ടി അതും നടക്കാം. നേരെ അങ്ങനത്തെ സാധനമൊക്കെ ഫ്രീ ഒന്നുമില്ല. അതായത് സാധിക്കാതെ നമ്മുടെ മറ്റേ ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.